രാജുവായിട്ട് ഞങ്ങൾക്ക് പല അഭിപ്രായ വ്യത്യാസമുണ്ട്. അവൻ പോവുകയും ചെയ്തു. പക്ഷേ അവനൊരു ആഭാസനാണെന്ന് എന്നോട് പറയരുത്. അത് ഞാൻ വിശ്വസിക്കില്ല. അല്ല വല്യമാവ, കോളേജ് പഠിക്കുന്ന കാലത്ത് ഞങ്ങള്... വേണ്ട, ഒന്നും പറയണ്ട. ഈ ജന്മത്തിൽ നന്നാവാൻ പോകുന്നില്ല. ദേ, ഈ യക്ഷി ഈ മനുഷ്യന്റെ ചോര കുടിക്കും. ഇദ്ദേഹത്തെ രക്ഷിക്കാൻ ഇനി ദൈവത്തിന് പോലും കഴിയില്ല. നിനക്ക് നിന്റെ അച്ഛനോടുള്ള സ്നേഹത്തെപ്പറ്റി അമ്മയ്ക്കറിയാം. അതിൽ അമ്മയ്ക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. മോള് അച്ഛനെ നോക്കിക്കോണം, കണ്ണിമ ചിമ്മാതെ നോക്കണം. അത്ര കുഴപ്പത്തിലാ നിന്റെ അച്ഛൻ. എന്നാ പോട്ടെ വർമ്മ സാറേ. പെണ്ണിന്റെ കണ്ണീര് വീണത് ഏത് ദോരകയിലാണെങ്കിലും അത് കടലെടുക്കും. രക്ഷിക്കാൻ നമ്മുടെ മോളെ പണ്ടേ ഞാൻ നിങ്ങൾക്ക് തന്നതാ. എടുത്തോളൂ. പറയുന്നത് കേക്ക്. അമ്മ എന്നെ വിട്ട് പോലെന്ന് പ്ലീസ്. അമ്മ ചെറിയമ്മ, അമ്മയോട് നീക്കാൻ പറ ചെറിയമ്മ. അമ്മ തേച്ചാലും കുളിച്ചാലും മാറാത്ത നാണക്കേട്. എന്തൊരു അപമാനം! എന്തൊക്കെയാ അവര് വിളിച്ചു പറഞ്ഞ്? അല്ല, എന്തൊക്കെയാ അവിടെ നടന്ന്? അവരിതൊക്കെ കരുതിക്കൂട്ടി ചെയ്ത പോലെ എനിക്ക് തോന്നി. മനുഷ്യരെ വീട്ടിൽ വിളിച്ചു വരുത്തി ചീത്ത വിളിക്കുകയും നാണം കെടുത്തുമൊക്കെ ചെയ്യുന്നത് ഒരുതരം തിണ്ണമെടുക്കല്ലേ? അതെ, ഈ പിറന്നാളാഘോഷം നടത്തിയത് തന്നെ നമ്മളെ വിളിച്ചു വരുത്തി ചീത്ത വിളിക്കാനാണെന്ന് തോന്നിപ്പോയി. ഋതുവിന്റെ വിശേഷറിയിക്കൽ ചടങ്ങ് ആദ്യം സംഘടിപ്പിച്ചത്. അപ്പോഴാ മനസ്സിലായത് വിശേഷം ഇല്ലാന്ന്. പിന്നീടത് അംബികയുടെ പിറന്നാൾ ആഘോഷാക്കി മാറ്റിയതും ഞാൻ തന്നെയാ. നീ വല്ലതും അറിയുന്നുണ്ടോ? നീ വെറും മൊണ്ടൻ. നിന്നെ അറിയിക്കാതെയാ അവരിതൊക്കെ പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയത്. അതൊക്കെ മനസ്സിലാക്കാൻ കഴിവില്ലാത്തവനായിപ്പോയി നീ. എടേ, ഇവന്റെ കയ്യില് കള്ളോ ഇല്ല, ചതിയില്ല. ഇവനൊരു ശുദ്ധഗതിക്കാരനായി പോയി. നീ എന്തിനാടി അവന്റെ മക്കെട്ടുകാരനെ? അവൻ ശുദ്ധഗതിക്കാരനായതുകൊണ്ടുള്ള കുഴപ്പം തന്നെയാ ഞാൻ പറഞ്ഞത്. അല്ല, അച്ഛൻ ശ്രദ്ധിച്ചോ? നമ്മൾ അവിടെ ചെന്നപ്പോ മുതല് വർമ്മ സാറ് നമ്മളെ ഒന്ന് നോക്കുകയോ ഒന്ന് വർത്താനം പറയുകയോ ചെയ്തോ? ശരിയാ, ഏതാണ്ട് ശത്രുക്കളെ കാണും പോലെയാ സാറ് നമ്മളെ നോക്കിയത്. നമ്മൾ അങ്ങോട്ട് നാണം കെട്ടി ചെന്നപ്പോഴാ ഒന്ന് മിണ്ടിയത് തന്നെ. ആ, അതാ പറഞ്ഞത് അവര് കരുതിക്കൂട്ടി ചെയ്തതാ ഇതെന്ന്. ആ ശേഖരൻ സാറും യാമിനി മാഡം ഒഴിച്ച എല്ലാവരും ഒരേ ഗ്രൂപ്പാ. അവര് നമ്മളെ എന്നും പറഞ്ഞോട്ടെ, പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത എന്റെ കുഞ്ഞിനെ എല്ലാവരും നാണം കെടുത്തി. ചെറുപ്പം മുതലേ എന്റെ കുഞ്ഞ് അങ്ങേരെ പിന്നാലെ നടന്നല്ലേ വർമ്മ സാറേ എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങേര് എന്താ പറഞ്ഞത്? എന്റെ കുഞ്ഞിനെ അവരെല്ലാവരും കൂടെ അവിടുന്ന് അടിച്ചിറക്കി വിട്ടില്ലേ? അവരെല്ലാവരും എന്തും പറഞ്ഞോട്ടെ, ഇവന്റെ ഭാര്യ എന്താ പറഞ്ഞത്? ഭർത്താവിനെ വേണ്ട, അവൾക്ക് അച്ഛനെ മതിയെന്ന്. അച്ഛനെ മാത്രം മതിയെങ്കിൽ പിന്നെ എന്തിനാ അവൾ ഇവനെ കെട്ടിയത്? ഓടിച്ചിട്ട് പിടിക്കുന്ന പോലെയല്ലേ അവള് നമ്മുടെ കൊച്ചിനെ തട്ടിയെടുത്തത്. വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് ഇവൻ ഒഴിഞ്ഞു മാറി പോയതാ. സമ്മതിച്ചോ ആ പെണ്ണ്?
മാനോ മര്യാദയ്ക്ക് ആ രമ്യെ താലി കെട്ടി സമാധാനത്തോടെ ജീവിക്കേണ്ട ചെക്കനാ. ശ്രീയുടെ ജീവിതവും ഇങ്ങനെ ആവില്ലായിരുന്നു. അവൾ ഒറ്റ ഒരുത്തിയാ ഇതിനൊക്കെ കാരണക്കാരി, ആ റതിക. മതി ചേച്ചി. ഓ, അവളെ പറഞ്ഞത് അവന് പിടിച്ചില്ല. തള്ളി പറഞ്ഞിട്ടും അവന്റെ മനസ്സിൽ ഇപ്പോഴും അവള് തന്നെയാ. വേണുവേട്ടൻ എന്തോന്നും മിണ്ടാത്തെ? ഞാനെന്ത് മിണ്ടാനടി? എത്ര വർഷത്തെ ബന്ധ ഒറ്റയടിക്ക് താർന്നത്. അതാലോചിക്കുമ്പോ ഉള്ളിലൊരു നീറ്റല്. ഇയാൾ തീ പിടിച്ചിരിക്ക. എന്നാലും ഒന്ന് വിളിച്ചേക്കാം. വല്യമാവ, ഞാൻ ആരുടെയും വല്യമാവനൊന്നും അല്ല. എന്നെ വഴക്ക് പറയല്ലേ വല്യമാവ. ഞാനൊരു പാവാ. എനിക്ക് വല്യമാവനോടൊരു കാര്യം പറയാനുണ്ട്. എന്നോട് ക്ഷമിക്കണം. ഇങ്ങനെയൊക്കെ ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയതേയില്ല. ഞാനൊരു പൊട്ടിയായതുകൊണ്ട് രാജുവുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ദീപുവിനോട് ഞാൻ തുറന്ന് പറഞ്ഞു പോയതാ. പക്ഷേ അതിവിടെ ഇത്ര പ്രശ്നമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ദീപു എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഭർത്താവ് ചോദിച്ചപ്പോൾ രാജുവായിട്ടുള്ള ബന്ധം എനിക്ക് തുറന്ന് പറയാതിരിക്കാൻ പറ്റുമോ വല്യമാവ? രാജുവായിട്ട് ഞങ്ങൾക്ക് പല അഭിപ്രായ വ്യത്യാസമുണ്ട്. അവൻ പോവുകയും ചെയ്തു. പക്ഷേ അവനൊരു ആഭാസനാണെന്ന് എന്നോട് പറയരുത്. അത് ഞാൻ വിശ്വസിക്കില്ല. അല്ല വല്യമാവ, കോളേജ് പഠിക്കുന്ന കാലത്ത് ഞങ്ങള് വേണ്ട, ഒന്നും പറയണ്ട. കുട്ടി പുറത്തു പോയേ. ചെല്ലേ.